ഹലോ നമസ്കാരം. ഇന്നൊരു മസാല ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? ബാ, ഞാൻ ഒരു സവാള, ഒരു പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള കുറച്ച് ആക്കിയിട്ടുണ്ട്. രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ശേഷം പാൻ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ഒന്ന് ചൂടായതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അരിഞ്ഞ് വെച്ചാൽ ബാക്കി സവാള കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു സവാള ഫുള്ള് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ചതച്ച കുരുമുളക്, വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ആ മസാലയുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കണം. ശ്രദ്ധിക്കണം, ഈ സമയത്ത് പാൻ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വേണം മുട്ട ഒഴിക്കാൻ. ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടാണ് മുട്ട ഒഴിച്ചിട്ടുള്ളത്. മുട്ട ഒഴിച്ചതിന് ശേഷം ഒന്ന് എല്ലായിടത്തും ചുഴറ്റി ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 1.5 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കണേ. അങ്ങനെ നമ്മൾ ഓംലെറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇനി അടുത്ത പരിപാടി ഇത് മറച്ചിടലാണ്. ഞാൻ അതിവിദഗ്ധമായിട്ടിത് മറച്ചിട്ടുണ്ട്. ശേഷം ഒരു മിനിറ്റ് കൂടി സിമ്മിൽ അങ്ങനെ കിടന്ന് ഇത് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ നമ്മളെ മസാല ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അങ്ങനെ ഓംലെറ്റ് റെഡിയായി. ഞാൻ കഴിക്കാൻ പോവാണേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇതിൻ്റെ റെസിപ്പി കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.